കഴിഞ്ഞ വീഡിയോ കണ്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെ നന്ദി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദൂറും തേങ്ങാപ്പാൽ ചെമ്മീൻ കറി. എന്നാൽ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് പോയാലോ? അതിനായി ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിമസാലയും ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊന്ന് സെറ്റാകുന്ന ടൈമിൽ ഉള്ളി, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉലുവയും പൊട്ടിക്കുക. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇവയെല്ലാം വഴണ്ടു വരുമ്പോൾ കുഞ്ഞുള്ളി, സവാള, പെരിഞ്ജീരകം, ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കറിമസാല ഇവയെല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം മൂക്കുമ്പോൾ തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. അതിനുശേഷം രണ്ടാം പാൽ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദൂറും തേങ്ങാപ്പാൽ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലെ സ്വാദ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.